എനിക്ക് അങ്ങനെ കൈയില്ല എന്നുള്ളൊരു വിഷമം അങ്ങനെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. അത് മുടി കെട്ടാനായിട്ട് മുടി ഇങ്ങനെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതവിടെയല്ല, ഇപ്പറയല്ല, കുറച്ചുകൂടി മുന്നേ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജില് ചെയ്യുന്നത് കാലുകൊണ്ടാണ്. ഇപ്പോൾ ഡോറ് തുറക്കുന്നതാവട്ടെ, റിമോട്ട് എടുക്കുന്നതാവട്ടെ, അല്ല എല്ലാ കാര്യങ്ങളും ഒരു വേദിയിൽ അതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം. കുറച്ച് മുമ്പ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കണ്ണാടി വെക്കുന്നത്. ഒന്ന് ആലോചിക്കുക, ഈ കണ്ണാടി വെക്കുന്നത്, കണ്ണാടി തുടയ്ക്കുന്നതൊക്കെ കാല് വെച്ചിട്ട് എന്നിട്ട് കൃത്യമായിട്ട് വെക്കുകയാണ്. തനിയെ തന്നെയല്ലേ കണ്ണാടിയും വെക്കുന്നത്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബാക്കി എല്ലാം ചെയ്യും, പക്ഷെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? അത് മുടി കെട്ടാനായിട്ട് മുടി ഇങ്ങനെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കെട്ടാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. ടൈ ചെയ്യും, പക്ഷെ നന്നായിട്ട് ഒതുക്കി പറ്റില്ല. അത് മാത്രമാണ് ഡിഫിക്കൽട്ട്. പക്ഷെ അതൊരു കാര്യമില്ല, കാരണം എത്രയോ കൈകളായിട്ട് കൂട്ടുകാരുണ്ട് അല്ലേ, അവരെയൊക്കെ ഈ ഒരു സമയത്ത്. പക്ഷെ ആ കൂട്ടുകാർ എന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ പ്രശ്നങ്ങൾ ഈ കൊച്ചിനുണ്ടെന്ന്. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കുട്ടിക്കുള്ളത്? പറയും. കുട്ടിക്ക് OCD ഉണ്ടെന്നോ? OCD ഉണ്ടോ? അങ്ങനെയില്ല, കുറച്ചൊക്കെ ചില കാര്യം ഇല്ല. അത് അവർക്ക് അങ്ങനെ ഹൈപ്പർ OCD ഒന്നും അല്ല. അപ്പൊ ഞാനിങ്ങനെ മേഴ്സി ഹോമിലൊക്കെ അപ്പൊ എടുത്ത സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനത്തെ ഇല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ, അങ്ങനെയില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ എൻ്റെ അങ്ങനെ, പിന്നെ അത് കുറച്ചുകൂടി ഈസിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പം അതുകൊണ്ട് അത് അവർക്ക് തോന്നുന്നതാണ് കുറേയൊക്കെ. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആക്സസിബിലിറ്റിക്ക് അല്ലെങ്കിൽ എനിക്കൊരു സ്ട്രെയിൻ ഒഴിവാക്കുക എന്നുള്ള രീതിക്കായിരിക്കും ഞാൻ പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതവിടെയല്ല, ഇപ്പറയല്ല, കുറച്ചുകൂടി മുന്നേ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നുന്നു. അതിപ്പോൾ അത് OCD ചെറിയൊരു ലൈറ്റ്, അത് OCD എന്നൊന്നും പറയാൻ പറ്റില്ല. അത് OCD വേറെ ലെവലിലേക്ക് പോകും. ഇതങ്ങനെയല്ല, മറ്റൊരാളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമല്ലാതെ കുറച്ച് ഷൈ ടൈപ്പാണ് അല്ലെങ്കിൽ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ക്യാമറ ഓൺ ചെയ്യുന്നത് വരേക്കും അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം എടുത്തു. അങ്ങനെ ആണോ ശരിക്കും? എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ ഇൻട്രോവേർട്ടാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് ഓരോ കംഫർട്ട് സോൺ എന്ന് പറയുന്നില്ല, വൈബ് കിട്ടിയാൽ സെറ്റ് ആവും. അതിനനുസരിച്ചിട്ട് ശരി, നമുക്ക് ആ ഫ്രണ്ട്സിലേക്ക് തന്നെ വരാം. കാരണം എത്ര തന്നെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സമയം നമ്മുടെ കൂടെ ഉള്ളത് ചെറുപ്പം മുതലേ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഈ ചെറുപ്പകാലത്ത് സ്വാഭാവികമായിട്ടും കുറച്ചധികം നാളായല്ലോ ഈ സ്കൂൾ കോളേജ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ, ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള, അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വിഷമിപ്പിക്കുന്നതല്ല എങ്കിലും ചോദിക്കുകയാണ്, ഇതിപ്പോൾ നമുക്ക് കൈയില്ല എന്നുള്ളത് കൊണ്ട് നീ ചെയ്യേണ്ട, മാറി നിന്നോ, അല്ലെങ്കിൽ നിനക്ക് പറ്റില്ല, അങ്ങനെ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന അത്തരം എന്തെങ്കിലും ഒരു അനുഭവം ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഫ്രണ്ട്സിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ എനിക്ക് അങ്ങനെ കൈയില്ല എന്നുള്ളൊരു വിഷമം അങ്ങനെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു തോന്നലോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കൈയില്ലാത്തത് കൊണ്ട് ഞാൻ വിഷമിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്നത് പോലെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. പക്ഷെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരിക്കലും ഒരു സമയം പോലും അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വേറെ പുറത്തുനിന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് പറയുമ്പോൾ ആദ്യമൊക്കെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതൊരു നന്നായി എത്തിയല്ലോ, ഒരു സക്സസ് ആയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഓർക്കുമ്പം കുഴപ്പമില്ല.